ഓക്കെ. ഇന്ന് തൊട്ട് നമ്മളൊരു 7 ഡേ പക്ഷാഘാത പ്രിവെൻഷൻ ചലഞ്ച് എടുക്കാൻ പോവാം. സ്ട്രോക്ക് പ്രിവെൻഷൻ ചലഞ്ച്. ഡേ 1 നിങ്ങൾ ചെയ്യുന്നത് ഏതാണ്? നിങ്ങൾ നമ്പറുകൾ അറിയാമെന്നുള്ളതാണ്. പെട്ടെന്ന് തന്നെ തൊട്ടടുത്തൊരു ഫാർമസി ഒരു ലാബിലോ എവിടെയെങ്കിലും പോയിട്ട് നിങ്ങളുടെ ബ്ലഡ് പ്രഷറിൻ്റെ അളവ്, ബ്ലഡ് ഷുഗറിൻ്റെ അളവ്, രക്തത്തിലെ കൊളസ്ട്രോളിൻ്റെ അളവ്, ലിപ്പിഡ് പ്രൊഫൈലൊക്കെ ഒന്ന് പോയി ചെക്ക് ചെയ്യുക എന്നുള്ളതാണ്. ഒരു പ്രിവെൻഷൻ, നമ്മളിപ്പോൾ സ്ട്രോക്ക് പ്രിവെൻഷൻ ആണല്ലോ ചലഞ്ച് എടുക്കുന്നത്. പ്രിവെൻഷൻ തുടങ്ങുന്നത് അവെയർനെസ് എന്നാണ്. നമ്മൾക്ക് അറിയണം നമുക്ക് എന്തൊക്കെ പ്രശ്നങ്ങളുണ്ട് എന്നത്. ഇവിടെ നിന്നാണ് നമ്മൾ പ്രിവെൻഷൻ സ്റ്റാർട്ട് ചെയ്യുന്നത്. 2ാമത്തെ ദിവസത്തെ ചലഞ്ച്, നമ്മുടെ ഭക്ഷണത്തിൽ നിന്ന് എന്ത് ചെയ്യുക? നമുക്ക് അനാരോഗ്യപരമായിട്ടുള്ളതൊക്കെ അവിടെ ഒഴിവാക്കാം. ഉപ്പ് ഒഴിവാക്കാം. പഞ്ചസാര വല്ലാണ്ട് കഴിക്കുന്നുണ്ടെങ്കിൽ അതൊന്ന് ഒഴിവാക്കാം. പകരം എന്ത് ചെയ്യുക? നമുക്ക് ഒരുപാട് ഫ്രൂട്ട്സും വെജിറ്റബിൾസൊക്കെ ഇതിന് സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്തിട്ട് ആഡ് ചെയ്യുക എന്നുള്ളതാണ്. നമ്മളൊരു കാര്യം മനസ്സിലാക്കുക, നമ്മുടെ ആരോഗ്യത്തിൻ്റെ മെഡിസിനും പോയിസണുമായിട്ട് നമ്മുടെ ഭക്ഷണം മാറാന്നുള്ളത്. ഞാൻ ആദ്യം പറഞ്ഞ ഭക്ഷണങ്ങൾ പോയിസൺ ആണെങ്കിൽ, രണ്ടാമത്തെ കാര്യങ്ങൾ നമ്മുടെ മെഡിസിനാണ്. സ്ട്രോക്ക് പ്രിവെൻഷൻ ചാലഞ്ചിൻ്റെ 3ാം ദിവസത്തിൽ എനിക്ക് പറയാനുള്ളത് എന്താണെന്നറിയോ? നമ്മൾ ശരീരത്തെ ചലിപ്പിക്കുക എന്നുള്ളതാണ്. ഒരു 30 മിനിറ്റ് നടക്കുക, അല്ലെങ്കിൽ നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടൊരു പാട്ട് കേട്ടിട്ട് ഡാൻസ് ചെയ്യുക. നിങ്ങളിങ്ങനെ കുത്തിയിരിക്കുക എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നിങ്ങളെ ഞരമ്പുകളിൽ, രക്തക്കുഴലുകളിൽ ട്രാഫിക് ജാം ഉണ്ടാക്കുക എന്നാണ് അതിനർത്ഥം. അത് വേണ്ട, നമുക്ക് മൂവ് ചെയ്യാം. ഈ ശരീരം ചലിപ്പിക്കുമ്പം നമ്മുടെ രക്തക്കുഴലുകളുള്ള രക്തത്തിൻ്റെ പ്രവാഹം സ്മൂത്താവും. അപ്പോൾ നമുക്ക് ഒരുപാട് ഗുണങ്ങൾ കിട്ടും. അതുകൊണ്ട് നമ്മൾ കുത്തിയിരുന്ന് ജോലി ചെയ്യുന്നവരൊക്കെ ആണെങ്കിൽ ഒരു 30 മിനിറ്റ് കുത്തിയിരുന്നാൽ ഒരു 5 മിനിറ്റെങ്കിലും നമ്മൾ ശരീരത്തെ ചലിപ്പിക്കാൻ വേണ്ടി നോക്കാം. ഓക്കെ. ഡേ 4 ചലഞ്ച്. ഇതെല്ലാവർക്കും ബാധകമല്ല, പക്ഷെ ഇത് വലിക്കാത്തവർക്കും മറ്റുള്ളവരെ നിർത്തിപ്പിക്കാനുള്ളൊരു ബാധ്യത ഇവിടെയാണ്. അതാണ് ഇന്നത്തെ ചലഞ്ച്. പുക വലിക്കുള്ളവരെ നിർത്തുക എന്നുള്ളതാണ്. പുക വലിക്കുക എന്നുള്ളത് നിങ്ങൾ ചുണ്ടിൽ മാത്രം കൊളുത്തുന്നൊരു തീയല്ല. നിങ്ങളുടെ രക്തക്കുഴലിലൂടെയാണ് നിങ്ങൾ എന്ത് ചെയ്യുന്നത്? ഈ തീ കൊളുത്തുന്നത്. അതെന്താ അവസാനം ഉണ്ടാക്കുക? നിങ്ങൾക്ക് ഒരുപാട് പ്രശ്നങ്ങളുണ്ടാക്കും, സ്ട്രോക്ക് ഉണ്ടാക്കും. ഇപ്പം ഇന്ന് തന്നെ വലിക്കുന്നവരാണ് നിർത്തുക. വലിക്കാനൊക്കെ എന്തെങ്കിലും ഓനൊക്കെ വലിക്കുന്നതല്ലേ, ഒന്ന് ഉഷാറാക്കി നോക്കാൻ സാധ്യതയുണ്ടെങ്കിൽ ഇന്ന് തന്നെ ആ വിത്ത് അങ്ങോട്ട് എടുത്ത് കളഞ്ഞേക്ക്. നമ്മുടെ തലച്ചോറിൻ്റെ ഒരു നിശബ്ദ കൊലയാളി എന്താണത്? സമ്മർദ്ദമാണ്. അപ്പോൾ ഡേ 4 ചലഞ്ച് എന്ന് പറഞ്ഞാൽ തലച്ചോറിന് എപ്പോഴും സമാധാനം കിട്ടിക്കൊണ്ടിരിക്കണം. ഇതിൻ്റെ ഉള്ളിൽ നമ്മൾ ഒരുപാട് സ്റ്റോറികൾ ഇട്ടിട്ടിട്ടിട്ട് ഇങ്ങനെ ചിന്തിച്ച് പോവല്ലേ. അപ്പോൾ അതിനൊന്ന് ശാന്തമാക്കാൻ വേണ്ടിയിട്ട് നിങ്ങൾ മെഡിറ്റേഷൻ ചെയ്യുക, പ്രാർത്ഥനകൾ ചെയ്യുക, അങ്ങനത്തെ ഒരുപാട് കാര്യങ്ങൾ ചെയ്തിട്ട് നിങ്ങൾ മനോഹരമായിട്ട് ഇതിനെ ഒന്ന് ശാന്തമാക്കി എടുക്കുക. ഡേ 6 ചലഞ്ച് എന്താണെന്നറിയോ? സ്ട്രോക്ക് പ്രിവെൻഷൻ. നന്നായി ഉറങ്ങുക എന്നുള്ളതാണ്. നന്നായി ഉറങ്ങിയില്ല ചിലപ്പോൾ പ്രഷർ കൂടാൻ സാധ്യതയുണ്ട്. ഒരുപാട് പ്രശ്നങ്ങളുണ്ട്. ഫോണൊക്കെ ഓഫാക്കി വെച്ചിട്ട് അങ്ങോട്ട് ഉറങ്ങാം. നമ്മൾ ബ്രെയിന് എപ്പോഴും റീചാർജ് ചെയ്യുന്നത് എപ്പോഴാണ്? അത് നമ്മൾ ഉറങ്ങുമ്പോഴാണ്. ഉറക്കം അത്യാവശ്യമാണ് കേട്ടോ. ഡേ 7 സ്ട്രോക്ക് പ്രിവെൻഷൻ ചലഞ്ചിൽ എനിക്ക് പറയാനുള്ളത് ഒരു ഹെൽത്ത് ചെക്കപ്പ് ചെയ്യുക എന്നുള്ളതാണ്. ഒരു ഹെൽത്ത് ചെക്കപ്പ് ചെയ്യാനൊക്കെ ഒരുപാട് പേരിങ്ങനെ മടിച്ച് നിൽക്കുന്ന കാണാറുണ്ട്. അതിലൊന്നും പ്രത്യേകിച്ച് ഒരു കാര്യം നമുക്ക് കിട്ടില്ല. നമ്മളിങ്ങനെ പേടിച്ച് നിന്നിട്ടൊന്നും കാര്യമല്ല. ഇത് വരുന്നോ എന്നൊക്കെ ആദ്യം അറിഞ്ഞു കഴിഞ്ഞാൽ അത് കൂടുന്നത് തടയാനും വരാനുള്ള സാധ്യതകളൊക്കെ എടുത്തു കളയാൻ നമുക്ക് പറ്റും.